പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 26-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 19 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഇപ്പോൾ വായിച്ചു കേട്ട ഈ വാക്യം, അതിൻ്റെ പശ്ചാത്തലം ഏതെന്ന് നമുക്കേവർക്കും സുപരിചിതമാണ്. അബ്രഹാമിൻ്റെ ഭാര്യ സാറായിയുടെ ദാസി ഹാഗാറിൻ്റെ ജീവിതത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. സാറായുടേതോ അബ്രഹാമിൻ്റേതോ ഹാഗാറിൻ്റേതോ സംഭവിച്ച ഇതിൻ്റെ പശ്ചാത്തലം ഒന്നുമല്ല ഇന്ന് വാഗ്ദത്ത വചനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്ന ആലോചന. കാരണം അവയെല്ലാം നാം അനവധി പ്രാവശ്യം കേട്ടിട്ടുള്ളതും നമുക്കേവർക്കും അറിവ് ഉള്ളതുമാണ്. ഇതിനകത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹാഗാറിൻ്റെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് ഇറങ്ങി വരിക. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഹാഗാർ എന്ത് തെറ്റാണ് ചെയ്തത്? ഹാഗാറിനെ ഭർത്താവായ അബ്രഹാമിന് സജസ്റ്റ് ചെയ്തത് ഭാര്യയായ സാറ. അബ്രഹാമിനാൽ ഗർഭിണിയായി ആ സമയത്ത് തന്നെ നിന്നയാൾ ഹാഗാർ ഓടിപ്പോകുന്നത് നാം വചനത്തിൽ വായിക്കുന്നു. അവിടെയും ദൂതൻ ഹാഗാറിനെ കണ്ട് ഹാഗാറിന്റെ ഉദരത്തിലെ വരാൻ പോകുന്ന ജാതിയെക്കുറിച്ചുള്ള വലിയ വെളിപ്പാട് അവളോട് പറയുകയും മടങ്ങിപ്പോയി അടങ്ങിപ്പാർക്കുകയും ചെയ്തു. തുടർന്നും ഇതാ അബ്രഹാമിനും ഹാഗാറിന്റെ പൈതലിനോട് ഇസ്മായേലിനോട് അനിഷ്ടം തോന്നുന്നു. ഇവിടെയും ഹാഗാറിന്റെ പൈതലോ ചെയ്ത തെറ്റ് എന്താണ്? ചുരുക്കത്തിൽ ഹാഗാറും ഹാഗാറിന്റെ പൈതലും അബ്രഹാമിന് നിന്ദാപാത്രമായി, അനിഷ്ടമായി. സാറായിക്ക് നിന്ദാപാത്രമായി, അനിഷ്ടമായി. അവസാനം ഇത്രയും ത്യാഗങ്ങൾ ചെയ്ത് തൻ്റെ ജീവിതവും ശരീരവും എല്ലാം കൊടുത്തിട്ട് ഒരു കുഞ്ഞിനെയും ദാനം നൽകിയിട്ട് അബ്രഹാം എന്താണ് കൊടുത്തത്? കുറെ അപ്പക്കഷ്ണവും ഒരു തുരുത്തി വെള്ളവും. ഈ അപ്പവും ഒരു തുരുത്തി വെള്ളവുമായി ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു. വെള്ളം തീർന്നു. കുഞ്ഞിന് വെള്ളം കൊടുക്കുവാനില്ല. അവനെ ഒരു അമ്പിൻപാട് ദൂരെ കൊണ്ട് കിടത്തിയിട്ട് ഒരു പെറ്റതല്ല വാവിട്ട് ഉറക്കെ കരഞ്ഞു, എനിക്കെന്റെ കുഞ്ഞിന്റെ മരണം കാണണ്ട. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നു. അവളെ വിളിക്കുകയാണ്, ഹാഗാറേ, ബാലനായിരിക്കുന്ന ഇടത്ത് നിന്നും ബാലന്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ഇന്ന് ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലരെങ്കിലും ഇതേ അവസ്ഥയിൽ കൂടെ ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നവരാണ്. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ നമുക്ക് മനസ്സാ വാച കർമ്മണ അറിയാത്ത
പല വിഷയങ്ങളിലും നാം അകപ്പെട്ട് വലിച്ചിഴച്ച് പെട്ടുപോയി നമ്മെ കുടുംബത്തിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്നും പിഴുതെറിയുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ, സ്വയം ചോദിക്കുമ്പോൾ, ഹാഗാർ പറയുന്നതേ നമുക്കും പറയാനുള്ളൂ, ഞാൻ ചെയ്ത തെറ്റ് എന്താണ്? ഇസ്മയേല് പൈതലിനും ചോദിക്കാനതേ ഉള്ളൂ, അമ്മേ, ഇത്രയും നാൾ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കാനുള്ള കാരണം എന്താണ്? ഹാഗാറിനും പറയാൻ അറിയുകയില്ല. എന്നാൽ അബ്രഹാമിന് അനിഷ്ടം തോന്നിയാലും സാറായിക്ക് അനിഷ്ടം തോന്നിയാലും ഹാഗാറിന് മറുപടിയില്ലെങ്കിലും ആ പൈതലിന് തക്ക ഉത്തരം കിട്ടിയില്ലെങ്കിലും ഹാഗാറിനെയും പൈതലിനെയും കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നിലയിൽ, നിന്ദയിൽ, ഭാരത്തിൽ, വിഷമത്തിൽ, ആരോടും പറഞ്ഞാൽ മനസ്സിലാകാത്ത, തെളിയിക്കാൻ പറ്റാത്ത നിരപരാധിത്വം, ജീവിതത്തിന്റെ നെടുവീർപ്പ്, ഒരു വല്ലാത്ത അവസ്ഥയിൽ നെരിപ്പോടിൽ നേറിപ്പുകയുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്നുവോ? നിങ്ങളെ ആരും അറിയണ്ട, നിങ്ങളെ കരുതും, നിങ്ങളെ വിശ്വസിക്കും, ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചവർ പോലും അബ്രഹാമിനെ പോലെ അവസാനം അനിഷ്ടം തോന്നി കുറച്ച് അപ്പക്കഷ്ണങ്ങൾ നായ്ക്കിട്ടുകൊടുക്കുന്നത് പോലെ തന്ന് നിങ്ങളെ പുറന്തള്ളിയാലും നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹാഗാറിന്റെ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. തന്റെ കുഞ്ഞ് മരിക്കുന്നത് കാണണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവള് ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നവൾ കണ്ടത്, കണ്ണു തുറന്നപ്പോൾ അവൾ ദർശിച്ചത് അവൾക്കും അവളുടെ കുഞ്ഞിനു വേണ്ടി ഒഴുകുന്ന നീരുറവയാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് വേദനയിൽ, നിരാശയിൽ, സങ്കടത്തിൽ, വിഷമത്തിൽ താങ്കൾ ഭാരപ്പെടുകയാണോ? എന്നെ ആരും സഹായിക്കാനില്ല, എന്റെ അവസ്ഥ മനസ്സിലാക്കുവാൻ ആരുമില്ല, എന്റെ കുഞ്ഞിന്റെ അഡ്മിഷൻ വരുന്നു, എന്റെ പൈതലിന് ഇന്ന ആവശ്യമുണ്ട്, എനിക്കൊരു ജോലി ആവശ്യമാണ്, ഒരു വിസ ആവശ്യമാണ്, ഈ കടം മാറണം, എനിക്ക് ലഭിക്കപ്പെട്ട എന്റെ മെഡിക്കൽ റിപ്പോർട്ട് അത്ര സ്വീകാര്യമല്ല, സന്തോഷമല്ല. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വേദനയുടെ നീണ്ട നിരയാണോ എന്നെ കേൾക്കുന്ന യുവ സ്നേഹിത താങ്കളെ ഇന്ന് അലട്ടുന്നത്? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വിദൂരത്തായിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിന്റെ ഫോൺ കോൾ നിങ്ങളെ ഇന്ന് വേദനിപ്പിക്കുന്നുവോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളെ ആരും സഹായിച്ചില്ലെങ്കിൽ, നിങ്ങളെ ആരും കരുതിയില്ലെങ്കിലും, നിങ്ങളെ ഏത് ഉഴലുന്ന അവസ്ഥയിലും തിരിച്ചറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, നന്ദിയോടെ സ്തോത്രം. ആ ദൈവം നിങ്ങളുടെ കണ്ണിനെ തുറക്കും. നിങ്ങൾക്ക് വേണ്ടത് മരുഭൂമിയിൽ എത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇന്ന് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്, ഉപവാസത്തോടെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ മകന്റെ വിവാഹമാണോ? മകളുടെ വിവാഹമാണോ? നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ട്രീറ്റ്മെന്റുകളൊക്കെ, കാശുകളൊക്കെ മുടക്കി ഒരു ഫലവുമില്ലാതെ നിങ്ങൾ വിഷമത്തിലാണോ? ഒരു ഭവനം പണിയുവാൻ ആഗ്രഹിച്ചിട്ട് വിവിധ കാരണങ്ങളാൽ തടസ്സപ്പെടുന്നുവോ? ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്ററിന്റെ അവസ്ഥ വരെ എത്തിയിട്ട് നിങ്ങളുടെ കരങ്ങളിൽ എത്താതെ പല ജോലികളും കയ്യിൽ നിന്നും തെന്നി മാറുന്നു? വിദേശത്ത് പോകുവാനുള്ള സകല ടെസ്റ്റുകളും പാസ്സായിട്ട് അത് സാധിക്കാതെ തടസ്സമാണോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ അവസ്ഥയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹാഗാർ ആ തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. അവനെ വലിയൊരു ജാതിയാക്കുമെന്ന് അവളുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ പറഞ്ഞത് നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക്
ദൈവം നൽകിയിട്ടുള്ള പ്രോമിസസ് ആരെല്ലാം തകർത്തെറിയാൻ നോക്കിയാലും, നിങ്ങളുടെ മകനെ കുറിച്ച്, മകളെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ആത്മീയം, നിങ്ങളുടെ കൃപാവരങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആരെന്തെല്ലാം ഏതെല്ലാം വിധത്തിൽ തകർത്തെറിയാൻ നോക്കിയാലും തമ്പുരാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആകയാൽ ഈ 26-ാം തീയതി ബുധനാഴ്ച അതിരാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാവേ, ദൈവ പൈതലേ, നിങ്ങൾ ഇന്ന് ഹാഗാറിന്റെ അവസ്ഥയെ പോലെ എല്ലാം നഷ്ടപ്പെട്ടവൾ, എല്ലാവരാലും വെറുക്കപ്പെട്ടവർ, തള്ളപ്പെട്ടവർ, മുൻപോട്ട് നോക്കിയാൽ കര കാണാതെ കിടക്കുന്ന ബേർശേബ മരുഭൂമിക്ക് സമമായ ജീവിതത്തിന്റെ വലിയ നീർച്ചാലുകൾ, വലിയ വേലിയേറ്റങ്ങൾ, എന്ത് ചെയ്യണമെന്ന് അറിയുകയില്ല. ഒരു വശത്ത് മരണത്തോട് മല്ലടിക്കുന്ന പൈതൽ. ഇതാണോ നിങ്ങളുടെ അവസ്ഥ? പ്രിയമുള്ളവരെ, ലോകത്തിലെ അബ്രഹാം തന്നാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സുഹൃത്ത് തന്നാൽ ആ അപ്പക്കഷ്ണം തീർന്നു പോകും, തുരുത്തിയിലെ വെള്ളവും തീർന്നു പോകും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ ഇന്നും ഹല്ലേലൂയ ഒരു നീരുറവ പൊട്ടി പുറപ്പെട്ടിരിക്കുന്നു. അത് 33 തിരുവയസ്സിൽ എനിക്കും നിങ്ങൾക്കും മാനവലോകത്തിന്റെ പാപ പരിഹാരത്തിനായി കാൽവറിയിൽ യാഗമായ ഹല്ലേലൂയ നസ്രത്തുകാരനായ തച്ചന്റെ മകനായ ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന നിത്യ നീരുറവയാണ്. ആ നീരുറവയെങ്കിൽ കടന്നു വരിക, ജീവജലം ഹല്ലേലൂയ നിശ്ചയമായും സൗജന്യമായി കോരിക്കുടിക്കുക. അതെ, ഈ വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. നിത്യജീവനിലേക്ക് എത്തുന്ന ഈ നീരുറവയിൽ കൂടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളേവരും അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളേവരും മാനിക്കപ്പെടട്ടെ. നിങ്ങളെ ദൈവം ധാരാളമായി ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഹാഗാറിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ദൈവം ഇടപെട്ട് അവിടെ വലിയ അത്ഭുതം ചെയ്തുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ മേൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ കാരണം എവിടെയാണോ, നിങ്ങളെ വിട്ട് വിദൂരത്താണോ, ഈ ഭൂമിയുടെ ഏത് മണ്ഡലങ്ങളിലാണോ, അവിടെ പ്രാർത്ഥനയുടെ ശക്തി പറന്നിറങ്ങി വിടുതലായിക്കട്ടെ, അനുഗ്രഹം നൽകട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉടമകളായി, നന്മകൾ അനുഭവിച്ച് സാക്ഷ്യമുള്ളവരായി, കർത്താവിനെ സേവിച്ച് നിത്യതയുടെ തുറമുഖത്തെത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പൂർവപിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും വല്ലഭനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹാഗാറിന്റെ ജീവിതത്തിന്റെ അനുഭവം ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അബ്രഹാം തള്ളിയാലും സാറ തള്ളിയാലും മുൻപിൽ ഒരു പ്രത്യാശയ്ക്ക് വകയില്ലാതെ നിൽക്കുമ്പോൾ, മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വേണ്ടി പുതുവഴിയെ തുറക്കുമെന്നും ഞങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് ദൂതനെ അയക്കുമെന്നും ഹാഗാറിന്റെ ജീവിതം തെളിയിച്ചത് വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ നിലകളിൽ ഇന്ന് കടന്നു പോകുന്ന അനേകർ കേൾക്കുന്നപ്പാ, തലകളെ വണക്കുന്നപ്പാ, അവർക്ക് അവിടുന്ന് സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന് വിടുതലയക്കണമേ. ആ സ്വർഗീയ ജീവജലത്തിന്റെ നീരുറവ നിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കണമേ. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം, വിടുതലയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ. ഹാഗാറിന്റെ ദൈവം
ഇന്നും ജീവിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ആ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു വലിയ അത്ഭുതം തമ്പുരാൻ നടത്തട്ടെ. ദൈവം പ്രവർത്തിക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ കുറഞ്ഞത് ഒരു 10 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് വായിച്ചിട്ട് നിങ്ങളുടെ വലങ്കരം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇതുപോലെ ഇന്ന് എന്റെ ജീവിതത്തിൽ, എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ തമ്പുരാൻ ഇറങ്ങി വരണം, പ്രവർത്തിക്കണം. ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിങ്ങൾക്കേവർക്കും സംഭവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് ഏവരോടും കൂടെ ഇരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.